നമസ്കാരം. ചാനലിൻ്റെ റീയൂസ്ഡ് ഗ്രഹപ്പഴ ഒന്ന് മാറ്റിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ദിവസത്തേക്ക് മുഖം കാണിച്ചിട്ടുള്ള വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഈ ആഴ്ചത്തെ റിയാക്ഷൻ ഈ ചാനലിലോട്ട് മാറ്റിയിട്ടുണ്ട്. ദയവായിട്ട് സഹകരിക്കുക. ഉള്ള ചിരിക്കാനുള്ള എൻ്റർടൈൻമെൻറ്റിനുള്ള സാധനങ്ങളുണ്ട്. നമുക്ക് ആദ്യത്തെ പരിപാടി. ഞാൻ ഡാഡിനോട് പറഞ്ഞ് അമേരിക്കയിൽ ഒരു ജോലി വാങ്ങി തരട്ടെ. നീ എവിടെയെങ്കിലും പറഞ്ഞ ജോലി മേടിച്ചതാ. എന്നാലും പറമ്പിൽ എന്തോ നീണ്ടിരിക്കണേ പൊസിഷൻ ക്യാമറ സിനിമാറ്റോഗ്രാഫി വേറെ ലെവലിൽ. അനിലേ, സുഖമാണോ? കുറെ ആയല്ലോ കണ്ടിട്ട്. സുഖമാണ് ആശേ. നീ എവിടെ പോയതാ? ഞാൻ പഠിക്കാൻ പോയത്. ഇതാരാണ്? പഠിക്കാൻ പോയത് കയ്യിലൊരു ബുക്ക് പുത്തകമൊന്നുമില്ല, ചുമ്മാ പഠിക്കാൻ ഈ പറമ്പൊഴിയൊക്കെ പോവുകയാണ്. ഈ സ്ക്രിപ്റ്റ് ചാറ്റ് GPT ആണ് ഡബ് ചെയ്തതെന്നാണ്. ഇതെൻ്റെ കൂട്ടുകാരനാണ്. അമേരിക്കയിലേക്ക് പോകുന്ന കാര്യം ഞാൻ ഡാഡിനോട് അമേരിക്കയിൽ പോകണവൻ്റെ മറ്റേ ഷൂസ് നോക്കടാ. ഡാഡിനോട് പറഞ്ഞിട്ടുണ്ട്. നീ ഓക്കെ അല്ലേ? പോകുമല്ലോ. ഞാൻ പോവാടാ. നീ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ വിയർക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. ഇപ്പം വേർപ്പിൻ്റെ അസുഖമുള്ള ഒരു കൂട്ടുകാരാണ് കേട്ടോ. അവൻ ഇത്തിരി ഇവിടെ തെണ്ടിത്തിരിഞ്ഞ് ജോലിയും കൂലിയിലാണെന്നപ്പോൾ അമേരിക്ക കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോഴേക്കും ഇവന് വേർക്കാൻ പറ്റില്ലെന്ന്. ഇങ്ങനത്തെ കൂട്ടുകാരന്മാർ വേണം, എന്നാലേ നമുക്ക് ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ തരണം ചെയ്യാൻ പറ്റുള്ളൂ. നീ ഓക്കെ അല്ലേ? ആ പെണ്ണ് അത്ര നേരം അവിടെ നിൽക്കുകയാണ്. ആരെങ്കിലും സ്റ്റാർട്ട് പറയുമെന്ന് വിചാരിച്ചിരുന്നതാണ്. അതൊക്കെ സ്റ്റാർട്ട് പറയുമെന്ന് പറഞ്ഞ് വിചാരിച്ചിരുന്നതാണ്. ആരും സ്റ്റാർട്ട് പറയാത്തതാണ്. അവരെ കാര്യം അഭിനയിക്കാന്നുകൊണ്ട് വരെയാണ്. ആ വിഷ്ണു എന്റെ പുറകെ ഇഷ്ടമാണെന്നും പറഞ്ഞ് നടക്കുന്നു. നിനക്കിഷ്ടമാണെങ്കിൽ നീ അവനോട് പറയേ. എനിക്ക് നിന്നെയാണ് ഇഷ്ടം. ആശേ, നീ എന്താ പറയുന്നേ? എനിക്ക് നിന്നെ ഇഷ്ടപ്പെടാൻ പറ്റില്ല. ഞാൻ നിന്നെ അങ്ങനെ കണ്ടിട്ടില്ല. നീ എന്റെ പ്രണയം സ്വീകരിച്ചില്ലെങ്കിൽ ഞാനിപ്പോ തന്നെ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യും. നീ എന്റെ പ്രണയം സ്വീകരിച്ചില്ലെങ്കിൽ ഈ വിഷം കഴിച്ച് ഞാൻ ആത്മഹത്യ ചെയ്യും. ഈ വിഷമല്ലേ? ഈ വിഷം ഒരു സെക്കൻഡ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ആ വിഷം എൻ്റെ ഉണ്ട്. തൈറോയിഡിൻ്റെ മരുന്ന് കഴിച്ച് ഞാൻ ആത്മഹത്യ ചെയ്യും. എന്നാൽ ചെയ്യേ. എനിക്ക് നിന്നേക്കാൾ നല്ല ചെറുക്കനെ കിട്ടും. പിന്നെ അല്ലാതെ ചാവാ പറഞ്ഞോണ്ട് നല്ല ചെറുക്കനെ കിട്ടി കേട്ടോ. ഇവിടുന്ന് ഇടിയുണ്ട് പരിപ്പ് പറയണം തോന്നുന്നു. ആ, നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ ആശേ? നന്നായി. നല്ല ചെക്കനെയാണ് നിനക്ക് കിട്ടിയത്. സന്തോഷമായിട്ടിരിക്കെ. നിങ്ങൾക്കും പെണ്ണ് കിട്ടും കേട്ടോ. ഒരുത്ത നല്ല ചെറുക്കനെയാണ് കെട്ടിയെന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ്റെ മറുപടി നിനക്ക് പെണ്ണ് കിട്ടുമെന്ന്. എടാ, ഇതൊക്കെ നീ ഇങ്ങനെ സഹിക്കുന്നു? എടാ, എനിക്കിത് സഹിക്കാൻ പറ്റില്ലടാ. എന്താ അവളില്ലാത്ത ഈ ജീവിതം എനിക്ക് വേണ്ട. എടാ യവല്ലടാ, അവൾ വന്ന് മര്യാദയ്ക്ക് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോഴേക്കും നിന്നെ അങ്ങനെ കാണാൻ പറ്റില്ല എന്ന്. എന്നിട്ട് അവളെ കല്യാണം കഴിച്ചാൽ പറഞ്ഞാൽ അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന്. അവൻ തൈറോയിഡിൻ്റെ ഗുളിക കഴിച്ച് മരിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. ഞാൻ ഈ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യും. എന്നാ നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. എവനെയാണല്ലോ ദൈവമേ അവ അമേരിക്ക കൊണ്ടുപോകാൻ പറഞ്ഞത്. ഈ അണ്ണന്മാർ എന്തിനാണ് ഉദ്ദേശിച്ചത്? ചത്തി 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 മുറുക്കാൻ തുപ്പി. അനിലിൻ്റെ പ്രണയം ഇവിടെ അവസാനിക്കുന്നു. സന്തോഷം സന്തോഷം. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, ഛായാഗ്രഹണം, ചിത്ര സംയോജനം, സംഗീതം പാടിയത് JK. നന്നായിട്ട് കഴിഞ്ഞില്ലേ? ഇല്ലടാ, എനിക്കറിയാമായിരുന്നടാ നീ ചാകില്ലെന്ന്. അതാ ഞാൻ പോയത്. കുഴപ്പമില്ലടാ, നീ എൻ്റെ സുഹൃത്തല്ലേ. ഇവനാരാടാ? അറ്റൻഷൻ. ഇതെന്റെ മറ്റൊരു സുഹൃത്താണ്. ഇവനാണ് മരണത്തിൽ നിന്നും എന്നെ രക്ഷിച്ചത്. വേണ്ടായിരുന്നു. നമുക്ക് സെക്കൻഡ് പാർട്ട് കാണേണ്ടി വരില്ലായിരുന്നല്ലോ. എനിക്ക് നാളെ അമേരിക്കയിലേക്ക് തിരിച്ചു പോകാനുള്ളതാണ്. എല്ലാവരും ഇവന്മാരൊക്കെ ഇവർ കന്യാകുമാരിയിലും മറ്റേ വേളാങ്കണ്ണിയിലൊക്കെ പോകുന്നെന്ന് പറയും പോലെ അമേരിക്ക പോണത്. ശരിയടാ, അടുത്ത ലീവിന് കാണാം. എനിക്ക് ആശയെ ഒന്ന് കാണണം. അവളെ വിളിക്ക്. അവളിവിടെ ഇല്ല. എവിടെ പോയി? അതെനിക്കറിയില്ല. അവളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്ത വിഷ്ണു നീയല്ലേ? നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ പറ്റിച്ചതല്ലേ? ഇതൊക്കെ ആരാടാ?
ഞാൻ തന്നെ പറ്റിച്ചത് ഞാൻ തന്നെ. എന്താടാ ഇപ്പോ? അലിൻ ജോസ് വരെ അനിയനാണെന്ന് എനിക്ക് തോന്നുന്നു. അവളെ കാണണം, അവളെ വിളിക്ക്. മാറിക്കടാ. കാണണം, അവളെ വിളിക്കണം. മാറില്ലടാ. എടാ മാറടാ. എടാ പോടാ. 2 പ്രാവശ്യം റീഷൂട്ട് ചെയ്തത് ഒരെണ്ണം കട്ട് ചെയ്യാൻ മറന്നുപോയി. എടാ എടാ ഈ ഡിഷ്യൂ സൗണ്ട് എന്ന് പറയണത്, ഈ പഞ്ചെന്ന് പറയണത് ട്രോൾ മീമിനിടാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ ഇട്ടിക്കുന്ന സൗണ്ടാണല്ല, നിങ്ങളുടെ ഒറിജിനലായിട്ടുള്ള ഇടിക്കുള്ള സാധനം അല്ല അത്. എടാ നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്റെ കൂടെ എന്റെ സുഹൃത്തുണ്ടടാ. എനിക്ക് താങ്ങാൻ പറ്റില്ല. എടാ ബിനു, നീ എന്തിനാ അവന്റെ കൂടെ പോയി നിൽക്കുന്നത്? നീ എന്റെ സുഹൃത്തല്ലേടാ. എടാ അനിലേ, ഇവന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇവൻ എനിക്ക് കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞു. പൈസ ഉണ്ടെങ്കിൽ എനിക്ക് വേറെ ബിസിനസ് ഇടാമല്ലോ. എനിക്ക് നിന്റെ ഡാഡിന്റെ കൂടെ അമേരിക്കയിൽ പോകണ്ടല്ലോ. എടാ എടാ നീ എന്റെ സുഹൃത്തല്ലേടാ. എനിക്ക് പോയി പടിയിലൊന്നും ഇടിക്കാൻ പറ്റൂല. വേണമെങ്കിൽ പടി എന്നെ വന്ന് ഇടിക്കട്ടെ, അതല്ലേ ഹീറോയിസം. ചത്ത നെറ്റിയിൽ ബീറ്റാടി തേച്ചു. ബീറ്റാടി സാധാരണ ബീറ്റാടി തേക്കണത് മുറിവൊക്കെ വന്നതിന് ശേഷമാണ്. മുറിവിന് മുമ്പേ ബീറ്റാടി തേച്ചേക്കണത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് നാലില് അതിൻ്റെ ഇനി എന്തൊക്കെ കാണിക്കൂ. കൊള്ളാം. വീണ്ടും തിരക്കഥ, ചിത്ര സംയോജനം, ജെ.കെ. ഇഷ്ടത്തിലാണ്. അപ്പൊ ഞാൻ പറയട്ടെ, ആള് പാവമാണ്. ആള് പാവോ പണക്കാരോ ആവട്ടെ, എനിക്ക് ഇതൊന്നും അറിയേണ്ട നല്ല ആവശ്യമില്ല. കമ്മല്. നീ ഇറങ്ങി വീട്ടിൽ അമ്മ എന്നും പറയുന്ന അമ്മ മിണ്ടായിരിക്കമ്മേ. അതായത് ഒരു പ്രാങ്കാണ്. മോള് ഇവനെ ഇഷ്ടമാണെന്നുകൊണ്ട് ഒരു ചൊക്കര കണ്ണൻ ലുക്ക് ഒക്കെ വെച്ചിട്ട് ഒരുത്തനെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് കൗമുദി TV-യിലെ പ്രാങ്ക് പരിപാടി ഓ മൈ ഗോഡ് എന്നുണ്ട്. കൊണ്ടുവന്ന് അമ്മയ്ക്ക് അറിയത്തില്ല പ്രാങ്ക് ആണെന്ന്, അമ്മയെ പറഞ്ഞ് പറ്റിക്കുകയാണ്. നമ്മൾ പ്രേമത്തിലാണ് എന്നുള്ള സെറ്റപ്പിൽ പറ്റിക്കുകയാണ്. നല്ല നാച്ചുറലായിട്ട് അഭിനയിക്കണം. അമ്മ ഇനി എന്ത് ചൂടാവണം ഇത്രയ്ക്ക്? അല്ല, ഇവിടെ ആളുടെ വീട്. അപ്പൊ ഞാൻ പരിപാടി എന്ന് പറഞ്ഞു. എൻ്റെ ഇടയിൽ കൂടി അമ്മ മിണ്ടായിരിക്കും. BP വല്ലതും കൂടുമല്ലോ. അമ്മ പറയാ നമ്മളുണ്ട്, നമുക്ക് ജീവിക്കാം. ചേട്ടാ ഒന്ന് മിണ്ടായിരിക്കും. പട്ടി കവല നമ്മളെ തിരുവനന്തപുരംകാരുണ്ടല്ലോ, ചീങ്കണ്ണിക്ക് വെട്ടിയൊരുക്കി കൊടുക്കും. നമ്മൾ തിരുവനന്തപുരക്കാരുടെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയണത് ചീത്തയും വിളിക്കണ്ടേ. ഇതുപോലെ 5 ഡയലോഗ് നമുക്ക് വരും. അറിയാമോ? അറിയാമോ? അറിഞ്ഞൂടാ അറിയാമോ? അവൻ പറയുന്ന അറിയാം. 2 വർഷമായിട്ട് അറിയാം. രാത്രി തോറും വിളിയും കാര്യങ്ങളും സംസാരമാണ്. എന്താണ് ഇതിന്റെ ഉദ്ദേശം? പൊന്നെ പോലെ വളർത്തി ഇത്ര സുന്ദരിയായ ശമ്പു വയ്ക്കുന്നത്. എന്റെ ജീവന പണയം വെച്ച് ഞാൻ ആർക്ക് വേണ്ടി ജീവിച്ചു? എനിക്കറിയാം. എന്റെ പൊന്നു മുത്തു, നീ എനിക്ക് തന്നല്ല അപ്പി. ജീവൻ വേണോ? കൊടുത്തല്ലേ അമ്മേടെ ജീവൻ വേണോ? ഇയാള് വേണോ? ഒറ്റ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ഒരു BP കൂടി വീഴും കേട്ടോ. ജീവൻ അമ്മക്ക് സമാധാനം. എല്ലാരും
പറയണ കേളമ്മ. നിനക്ക് എന്തൊരു ബിസിനസ്? അവളെ കല്യാണം കഴിച്ചോന്ന് ഞാൻ ബിസിനസ് തുടങ്ങി. എന്തൊരു കല്യാണം? നീ ആളെ കല്യാണം കഴിക്കോടാ? ശരി കല്യാണം കഴിച്ചിട്ട് നീ എന്തൊരു ബിസിനസ് തുടങ്ങി? അച്ഛനോട് ചക്ക കച്ചവടത്തിനോ? ചക്ക കച്ചവടത്തിനാ? എന്റെ പൊന്നു മോനെ, നിന്നെ ചക്ക വിൽക്കാൻ കൊണ്ട് പോകണ്ടേ? അമ്മ നീ മിണ്ട. പോടാ. പൊന്ന്, നിന്റെ പൊന്ന് എവിടെയാടാ? എനിക്ക് പൊന്നും വെള്ളിയും ഒന്നുമില്ലടാ. എന്റെ മക്കളായിരുന്നടാ എന്റെ പൊന്ന്. 50 തവണ. ഒരു കൈ ഇരിക്കുന്ന ആളാ. നമ്പർ. അപ്പൊ ഇത് കണക്ക് താലി പറ. നീ എന്നെ കെട്ടിട്ടു. അമ്മ മിണ്ടാതിരിക്കമ്മ കേട്ടോ. എന്നെ കെട്ടും. ഞാൻ അവളെ കെട്ടും. നീ എന്നെ കെട്ടിട്ടാ. അമ്മ പെടിച്ച് കുറേ കിട്ടി കേട്ടോ. പിന്നെ നമ്മള് മര്യാദയ്ക്ക് പ്രായത്തെ ആൾക്കാർ കല്യാണം കഴിക്കാതെ സമ്മതിക്കുകയില്ല. കൗമുദി ടിവിയിലെ ഓ മൈ ഗോഡ് പ്രോഗ്രാമാണ് സത്യം. അമ്മ പറയണ ആളല്ല വേറെ ആരെയും ഒരു ഉമ്മോട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മോട്. അമ്മയ്ക്ക് മനസ്സിലായില്ല. കെട്ടിപ്പിടിക്കാൻ മറത്തെ. എന്റെ മോനോടാ പറയണേ. ഇനി മക്കൾ അവിടെ. എന്റെ പൊന്നു മോനെ, ഞാൻ ഒരു പിള്ളേരെ ഉപദ്രവിച്ചിട്ടില്ല. നിങ്ങളെയൊക്കെ കാണുമ്പം ഞാൻ പറഞ്ഞു മനസ്സിലാക്കും, മക്കളെ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്ന്. ഞാൻ എച്ചി പാത്രം കഴുകി 19 വർഷം എച്ചി പാത്രം കഴുകിയാണ് എന്റെ 2 മക്കളെ വളർത്തിയത്. അപ്പോഴാണ് എനിക്ക് ദൈവം ഒരു ജോലി തന്നത്. മനസ്സിലാക്കണം. എന്റെ കുടുംബം എല്ലാം തകർന്ന് തരിപ്പണമായപ്പം ഞാൻ എരന്നാണ് എന്റെ മോളെ പഠിപ്പിക്കാൻ കൊണ്ടാക്കി. എനിക്കതറിയണം. അവള് പഠിച്ച് ഒരു നല്ല നിലയിൽ എത്തുമല്ലോ ദൈവമേ. ഇന്നെങ്കിലും എനിക്ക് വാരിയും സാമ്പത്തികം കൊണ്ട് തരാനല്ല എന്റെ മോളെ ഞാൻ പഠിപ്പിക്കണത്. വാടക വീട്ടിൽ കിടക്കണേ എനിക്ക് ഒരു അത്താണിയാകാൻ വേണ്ടി ഞാൻ അവളെ പഠിപ്പിച്ചു. പക്ഷെ നിന്നെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല മക്കളെ. ഞാന് ദോശക്കന്റെ മൊബൈൽ വാങ്ങിച്ചു കൊടുക്കുമ്പം പറയും അതില് നിന്നെ അതിൽ അഴുക്കുണ്ട്, നല്ലതുണ്ട്, എല്ലാം ഉണ്ട്. നീ അഴുക്കെ കളയണം, നല്ലതെടുക്കണം എന്ത് ഞാൻ പറയും. പിന്നെ അമ്മ ഇറന്നതുപോലെ നീ ഇറക്കരുത്. ലാസ്റ്റ് ഭയങ്കര ടച്ചിങ് ആയിപ്പോയി. അതാണ് അമ്മ. അടുത്ത വീഡിയോ വേറെ അമ്മ. എന്ത് ഈ ചെറിയ ചെറിയ കമന്റ്സിനെ ഭയപ്പെടേണ്ട ആവശ്യം? ഭയപ്പെടണല്ല, എന്തുകൊണ്ട് റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യം? അതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. മോനിപ്പോ എന്നോട് സംസാരിക്കുന്നില്ലേ? അപ്പൊ ഞാൻ മിണ്ടാതിരുന്നാലോ? ചില സമയത്ത് അടിക്കുന്ന ഡയലോഗ് ഉണ്ടല്ലോ, എങ്ങനെ ആ സമയത്തിന് കറക്റ്റായിട്ട് വരണമെന്നുള്ളതാണ് കൗണ്ടർ. ചത്ത പോടാ. അടുത്ത വാ. ഈ പലരും ഓറ ഫാമിങ് എന്താണെന്ന് ചോദിച്ച് എന്താണ് ഡൗട്ടുള്ളവരുണ്ട്. ഇതാണ് ഓറ ഫാമിങ്. കാരണം പടത്തിൽ എന്തറിയില്ല, ഇതുപോലത്തെ കുറേ സാധനങ്ങൾ നമുക്ക് കിട്ടാറുണ്ടല്ലോ ആഴ്ചയിൽ. ഞാൻ ഒന്നും പറയില്ല, കേസാവും. ഭയമുണ്ടോ? മരണഭയം എന്നുള്ളതൊരു മനസ്സിലുണ്ടോ? അയ്യോ ഭയമൊന്നുമില്ല. ഞാൻ ദിവസം ഈശ്വരൻ്റെ അടുത്ത് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് വിളിക്കണേന്ന്. അയ്യോ ഞാൻ വിഷയം കൈ പിടിച്ചിട്ട് ടിക്കറ്റിന് വേണ്ടി കാത്തിരിക്കുക. നമ്മൾ വിടൂല. എൻ്റെ ആവശ്യതകളിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ വളരെ ആക്റ്റീവായിരിക്കുന്നത് വരെ അല്ലാതെ ചുമ്മാ ജീവിക്കുന്ന ഭൂമിക്ക് ഭാരം. നമുക്കൊരു ബുദ്ധിമുട്ടും. കാലിൻ്റെ അവിടെ വേദന, ഇവിടെ വേദന, നടക്കാൻ വയ്യ, പത്തക്കാൻ നടക്കാൻ ആരെയും പിടിക്കുന്നു. മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവമായിട്ട് മാറുകയാണ്. വയസ്സായ ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോടാ അത്? മരണഭയോ? നിൻ്റെ വീട്ടിൽ വയസ്സായ ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ ചോദിക്കുമോ? ഞാൻ പണ്ട് ലാലേട്ടനോട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഗീതാഞ്ജലി സിനിമയുടെ സെറ്റിൽ പോയിട്ട്, ചിത്രാഞ്ജലിയിൽ, ഗീതാഞ്ജലിയുടെ സിനിമ ചിത്രാഞ്ജലിയിൽ ഷൂട്ടിങ്. ലാലേട്ടന്ന് പനിയായിരുന്നു, ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല. പിന്നെ എന്തായാലും അവിടെ വന്നല്ലേ, ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. നോക്കിയപ്പോൾ നമ്മൾ മധു സാർ ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ പോയിട്ട് ഒരു ഫോട്ടോ എടുത്തോടെ ചോദിച്ചിട്ട് എവിടെ വർക്ക് ചെയ്യണം, വിശേഷങ്ങളെല്ലാം ചോദിച്ചു. ഭയങ്കര സ്നേഹത്തോടെ സംസാരിച്ച ഫോട്ടോയൊക്കെ തന്ന ഒരു മനുഷ്യനാണ്.
നമുക്ക് ആ റെസ്പെക്റ്റാണ് മനുഷ്യനങ്ങ് അവൻ്റെ ചോദ്യം. ഇത് നമ്മളെ ദിലീപ് വി.ഡി. സതീശനാണോ? കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയുടെ കൂടെ 4 പേരുണ്ടായിരുന്നു. അത് അവിടുത്തെ ഒരാളായി, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ഒരാളാണ്. എന്റെ കൂടെ ഒരു ഗവൺമെന്റ് മാത്രമാണ്. ഞാൻ ഉപദേവനെ രക്ഷിക്കാൻ വേണ്ടി പോയപ്പോൾ മുൻപിൽ ഗുരുവായൂർ ദേവസ്വത്തിന്റെ സെക്യൂരിറ്റി ഗാർഡ് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, ഞാൻ തൊഴുന്നത് വേറെ ആൾക്ക് വേറെ. കൊള്ളാം, നല്ല വി.ഡി. സതീശൻ. ഇത് തന്നെ കേസ് ആവില്ല, കാരണം പുള്ളി കളിയാക്കിയിട്ട് പുള്ളിയെ തോന്നൂല, കാരണം പുള്ളിയുടെ ശബ്ദമല്ലല്ലോ ഇത്. മറ്റേ നമ്മളെ നാരായണൻ കുട്ടിച്ചാട്ടിൻ്റെ സൗണ്ട് അറിഞ്ഞൂടെ, മറ്റേ നമ്മളെ പടക്കം ബഷീറിൻ്റെ നാരായണൻ കുട്ടിച്ചാട്ടായി. ഇതാണ് ഇത്. നീ കറക്റ്റ് ഇതാണെന്ന് പറഞ്ഞു നീ ഇതും പറഞ്ഞ് നീ മിമിക്രി ചെയ്തോ, നിനക്ക് റീച്ച് കിട്ടും. ഇത് വി.ഡി. സതീശനാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ശബ്ദം എടുക്കരുത് പ്ലീസ്. ഇതാരും ജസ്ലാമാണ് ശരിയോ? കറക്റ്റ് ബേസിലിൻ്റെ ധർമ്മേന്ദ്ര അവസാനത്തെ കോളായിരുന്നു. आज हम शपथ लेने वाले अभी 9 बजे यहाँ सदन शुरू होता है 9 बजे. अभी इसके बाद अभी शपथ के बाद ആരാണ് ഇതൊക്കെ എഡിറ്റ് ചെയ്ത് വിടുന്നത്? എനിക്കവളെ അങ്ങനെ രാജിവെച്ചത് ഈ സമരം കൊണ്ട് ആയിരിക്കില്ല, ഇതുപോലെ കോളുകളൊന്നും എനിക്ക് എടുക്കട്ടല്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇതൊക്കെ കണ്ട ഒരു ദിവസം നമ്മളെ ഫ്ലഡ് കിടക്കുകയാണല്ലോ. ഈ സംഭവം എന്തോന്ന് ശ്രദ്ധിക്കുകയാണ് കേട്ടോ. ഇപ്പം വണ്ടി കൊണ്ടുപോയ സമയത്ത് സൈഡിലൊത്തെ ഇതിലോട്ട് വെള്ളം കൂടുതൽ കയറി കടകളിൽ. അതുകൊണ്ട് അവനെ കൊണ്ട് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യിപ്പിച്ച കടകളെല്ലാം. മാതൃകാപരമായ ശിക്ഷ വെള്ളം കയറ്റിയതിന് പോലീസ് ഉൾപ്പെടെ തടഞ്ഞു നിർത്തി അമ്മാരെ കൊണ്ട് തന്നെ പണി വെച്ച് വെള്ളം കളയുന്നു. കടയിൽ വെള്ളം വീഴ്ത്തിയതുകൊണ്ട് എടാ നിങ്ങൾ ഇത്രയും വെള്ളം അവൻ ജീവിക്കണ്ടേ? അവൻ 100-110 സ്പീഡ്. ഇപ്പോൾ നമ്മൾ ചിലപ്പം ബൈക്കിൽ പോകുമ്പം കാറിലൊക്കെ ഇങ്ങനെ പുളന്നുകൊണ്ട് വന്നിട്ട് നമ്മൾ ദേഹത്ത് വെള്ളം തുറക്കും, നമ്മൾ അവൻ്റെ തന്തയ്ക്ക് നല്ലയ്ക്ക് വിളിക്കും. അതുപോലെ അല്ല, അപ്പോൾ അത്ര സ്പീഡിലൊന്നും അല്ലായിരുന്നു. ഇതിൻ്റെ ഓളത്തിൻ്റെ ഈ പൊങ്ങലും താഴലും കാരണം വെള്ളം അകത്ത് കയറി. അത്ര കഷ്ടപ്പെട്ട് ആൾക്കാർ നീന്തി ഒന്ന് സാധനം വാങ്ങിയൊന്നും പണ്ടല്ലേ നിങ്ങൾ തുറന്നു വെച്ചിരിക്കണം. അവന് ജീവിക്കണ്ടേ? ഇതെന്തൊന്ന് ഗുണ്ടായിസോ? പോലീസൊക്കെ കണ്ടുപിടിക്കണ്ട ഇത് കണ്ടിട്ട്. അങ്ങനെ അത്രയ്ക്ക് കട സൂക്ഷിക്കണമെങ്കിൽ പൂട്ടി വെക്കണത്. ഇതിന് ഇവരെന്തിനാണ് കുറ്റം പറയണത്? ഇത് 8 വർഷമായി ഇവിടെ പ്രളയം നടന്നിട്ട്. 8 വർഷമായിട്ട് ഒരു ഇഞ്ച് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഇവിടെ നെതർലാൻഡ് അവിടെ പോയിട്ട് മറ്റേ റൂം ഫോർ റിവർ പദ്ധതിയെ കൊണ്ടുവരാൻ നോക്കി. ഇവിടെ ഇപ്പോഴും റിവർ റൂമിൽ തന്നെ വേറെ ഒന്നും വന്നിട്ടില്ല. 8 വർഷമായിട്ട് ഒരു തേങ്ങയും ചെയ്തിട്ടില്ല. ഒരു പ്രളയം ഒരു സാധനം ഇത്രയും സൂചന ഇങ്ങനെ 2-3 ദിവസം മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തല ഉത്തര പോകുമെന്നുള്ളതെന്ന്. അപ്പോൾ ഇവനെ എന്തിനാണ് ചീത്ത വിളിക്കുന്നത്? ഇവന് റോഡിൽ പോകുമ്പോൾ വെള്ളം കെട്ടുന്ന അധികാരമാണ് ചീത്ത വിളിക്കുക. അതല്ലേ ചെയ്യണ്ടേ? പുതിയ സർക്കാർ വന്നിട്ട് ഇപ്പം ഈ ദുരിതാശ്വാസമൊക്കെ വളരെ ഫ്ലോപ്പാണ്. റവന്യൂ വകുപ്പിൻ്റെ ഭയങ്കര ഫ്ലോപ്പായിട്ടാണ് പോയിരുന്നത്. മുഖ്യമന്ത്രി മറ്റേ ഹെലികോപ്റ്ററിനകത്ത് ചുമ്മാ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തന്തയ്ക്കുള്ളൂ. ഇപ്പം ഈ ദാരിദ്ര്യം പറഞ്ഞ സമയത്ത് ഒരു അപ്പ കഷ്ണത്തിൻ്റെ ആൾക്കാർ കടിയിടും പോലെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ശോചനീയം, വളരെ ശോചനീയം.